Assalamualaikum warahmatullahi wabarakatuh. Bismillah walhamdulillah. Wassalatu wassalamu ala rasulillahi sallallahu alaihi wasallam wa ala alihi wa sahbihi ajma'in, amma ba'd. An Abi Hurairah radhiyallahu anhu qala Rasulullahi sallallahu alaihi wasallam, salasun jidduhunna jiddun വഹസുലുഹുന്ന ജിദ്ദുൻ അന്നിക്കാഹു വത്വലാഖു വറജ്അതു റവാഹു തുർമദി. പ്രിയപ്പെട്ട റിയാദുസ് സ്വാലിഹീൻ ഹദീസ് ക്ലാസ്സിലെ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പ്രിയ പണ്ഡിതന്മാരെ, ഇന്നത്തെ വിഷയം സൂക്ഷിക്കണം. തമാശയായി പറഞ്ഞാലും യാഥാർത്ഥ്യമാകുന്ന 3 കാര്യങ്ങൾ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇമാം തുർമദി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സലാസുൻ, 3 കാര്യം പറയുന്നത് നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം. ജിദ്ദുഹുന്ന ജിദ്ദുൻ, അത് കാര്യത്തിൽ പറഞ്ഞാലും അത് കാര്യമാകും. വഹസുലുഹുന്ന ജിദ്ദുൻ, അത് നിങ്ങൾ തമാശയിൽ പറഞ്ഞാലും അത് കാര്യമാകും. അപ്പോൾ കാര്യത്തിൽ പറഞ്ഞാൽ അത് കാര്യമാകും, തമാശയിൽ പറഞ്ഞാലും അത് കാര്യത്തിലാകും. ഇങ്ങനെയുള്ള 3 കാര്യം. ഒന്ന്, അന്നിക്കാഹു, വിവാഹമാണ്. വിവാഹം. ഒരാൾ മറ്റൊരാളോട് പറഞ്ഞു, എൻ്റെ മകളെ നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു, നിക്കാഹ് ചെയ്തു തന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഇണയാക്കി തന്നിരിക്കുന്നു എന്ന് ഒരാളോട് ഒരു പിതാവ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്വീകരിച്ചു, പൊരുത്തപ്പെട്ടു എന്ന് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും അത് പറഞ്ഞാൽ അവിടെ വിവാഹം നടന്നു, അവിടെ നിക്കാഹ് നടന്നു, അവിടെ പിന്നെ അവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായി. അത് തമാശയിലായിരുന്നാലും അത് കാര്യത്തിലായിരുന്നാലും ഇവിടെ നിക്കാഹ് നടക്കും, വിവാഹം നടക്കും എന്നാണ് ഹദീസിലൂടെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. അപ്പോൾ ചില സാധാരണക്കാർ ഇങ്ങനെ തമാശയിലൂടെല്ലാം ചില കാര്യങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്. അത് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വലിയ ഭവിഷ്യത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ഇങ്ങനെയുള്ള വാചകങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ, നിക്കാഹിൻ്റെ വാചകങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണെന്ന് മുത്ത് റസൂലുള്ള പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരെങ്കിലും അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ടോ? ചിലപ്പോൾ തമാശയ്ക്ക് നമ്മൾ പറയും, ഞാൻ അവനെ തമാശയിൽ പറഞ്ഞതാണ്, അത് നീ കാര്യമാക്കണ്ട എന്നൊന്നും പറഞ്ഞതുകൊണ്ടൊന്നും പിന്നെ അവിടെ ഇല്ല. പിന്നെ ആദ്യം അവർ ഭാര്യ ഭർത്താക്കന്മാരായി, പിന്നെ അതിൻ്റെ ഒഴിവാക്കണമെങ്കിൽ അതിൻ്റെ നിയമ നടപടികളൊക്കെ അവർ ചെയ്യേണ്ടതുമാണ്. രണ്ടാമത്തേത് ത്വലാഖാണ്. ത്വലാഖിൻ്റെ വാചകം. ഒരാൾ പറഞ്ഞു, നിന്നെ ഞാൻ ത്വലാഖ് ചൊല്ലിയിരിക്കുന്നു, നിന്നെ ഞാൻ വിവാഹബന്ധത്തിൽ നിന്ന് വേർപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ ത്വലാഖ് സംഭവിക്കുന്ന വാക്കുകൾ തമാശയിൽ പറഞ്ഞു. അങ്ങനെ അത് സംഭവിച്ചു. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾ പറയുന്നു, ഞാൻ തമാശയിൽ ഞാൻ അവളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ, അല്ലെങ്കിൽ അവരെ കുടുംബത്തിനെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ, ഞാനത് കാര്യത്തിലൊന്നും പറഞ്ഞതല്ല. നീ കാര്യത്തിൽ പറയട്ടെ, തമാശയിൽ പറയട്ടെ, അവിടെ ത്വലാഖ് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് മുത്ത് റസൂലുള്ള പഠിപ്പിക്കുമ്പോൾ പിന്നെ അതിന് വേറെ ഒന്നും ചിന്തിക്കാനോ സംശയിക്കാനോ നമുക്കൊന്നും ഇല്ല. അവിടെ ത്വലാഖ് സംഭവിച്ചു. എൻ്റെ ഭാര്യയെ ഞാൻ ത്വലാഖ് ചൊല്ലി, നിന്നെ ഞാൻ ത്വലാഖ് ചൊല്ലിയിരിക്കുന്നു എന്ന് തമാശയിൽ പറഞ്ഞു. ഇവിടെ ത്വലാഖ് സംഭവിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ വറജ്അതു, മടക്കിയെടുക്കുക. ഇപ്പോൾ മടക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ത്വലാഖ് ചൊല്ലപ്പെട്ടവൾ 1-2 ത്വലാഖ് ചൊല്ലിയ ഭാര്യനെ നമുക്ക് മടക്കിയെടുക്കാം. ഈ ത്വലാഖ് ചൊല്ലുന്നത് ഇതെന്തെങ്കിലും ദേഷ്യങ്ങളിൽ ഉണ്ടായിട്ടല്ലേ ചൊല്ലുന്നത്. അപ്പോൾ 1-2 ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അയാൾ ത്വലാഖിൻ്റെ ഉണ്ടല്ലോ, ഈ ഇദ്ദൻ്റെ കാലയളവിൽ തന്നെ നമ്മൾ അവളോട് പറഞ്ഞു, നിന്നെ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു, നിന്നെ ഞാൻ വിവാഹത്തിലേക്ക് എൻ്റെ ഭാര്യയായിട്ട് നിന്നെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, വീണ്ടും ഞാൻ നിക്കാഹിലേക്ക് ഞാൻ റജഈ ആയിരിക്കുന്നു, ഞാൻ മടങ്ങിയിരിക്കുന്നു എന്ന് അവളോട് പറഞ്ഞാൽ
ആ വിവാഹം അവർക്ക് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അവർക്ക് ജീവിക്കാവുന്നതാണ്. അത് തമാശയിൽ പറഞ്ഞാലും ശരി. നിന്നെ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു, തമാശയിൽ പറഞ്ഞാലും ശരി. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തായി, പിന്നെ അവർ ഭാര്യ ഭർത്താക്കന്മാരായി. പിന്നെ നമ്മൾ നിന്റെ ഭാര്യ ആയാലും ഇപ്പോൾ നമ്മൾ എന്നുകൊണ്ട് ചോദിച്ചപ്പോൾ ഞാൻ തമാശ പറഞ്ഞതാണ്, ഞാൻ അവളെ തിരിച്ചെടുക്കുന്നൊന്നുമില്ല, ഞാൻ തമാശ പറഞ്ഞാണ്. അപ്പോൾ അത് തമാശയിൽ പറഞ്ഞാലും കാര്യത്തിൽ പറഞ്ഞാലും ഇപ്പോൾ ഇവൻ്റെ ഭാര്യയായി. പിന്നെ അവർ ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാണ്. പിന്നെ ഒഴിവാക്കണമെങ്കിൽ പിന്നെയും തലാക്ക് ചെല്ലണം. ഇത് 1ഉം 2ഉം തലാക്ക് ചൊല്ലിയവർക്ക് മാത്രമാണ് കേട്ടോ. 3 തലാക്ക് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അവരുടെ നിയമം വേറെയാണ്. മറ്റൊരാൾ വിവാഹം കഴിക്കണം. ആ വിവാഹത്തിൽ അവർ അന്ന് രാത്രി അവർ ബന്ധപ്പെടണം. അതിൻ്റെ ഇദ്ദ കഴിയണം. അദ്ദേഹം ഒഴിവാക്കി ഇദ്ദ കഴിയണം എന്നതിൻ്റെ ശേഷമേ ആദ്യത്തെ ഭർത്താവിനെ നിക്കാഹ് ചെയ്യാൻ പാടുള്ളൂ. 3 തലാക്ക് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, 2 ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിന്നെ ഞാൻ മടക്കിയെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്തായി, വിവാഹത്തിലേക്ക് മടക്കി എന്ന് പറഞ്ഞാൽ എന്തായി, അവർക്ക് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാം. ഇത് തമാശയിൽ പറഞ്ഞാൽ ഇത് സംഭവിക്കുമെന്നാണ് ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ 3 കാര്യം നമ്മൾ പറയുന്നതും അത് ഉപയോഗിക്കുന്ന വാചകങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ ഭവിഷ്യത്ത് അതുകൊണ്ട് സംഭവിക്കും. അല്ലാഹു തആല മുത്തുനബി തങ്ങൾ കാണിച്ചു തന്ന ഓരോ നിർദ്ദേശങ്ങളും ഓരോ വാക്കുകളും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുത്തുനബിയുടെ സാരസമ്പൂർണ്ണമായ ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി നമ്മുടെ ജീവിതം നന്നാക്കാൻ, അവിടുത്തെ ആശിക്കായി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.